എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ബാലഗോംകോ ജന്മഹീനതയും ഉൻക നിർമ്മാൺ ഭീ കരയും എന്ന പുസ്തകത്തിലെ പ്രധാന ആശയങ്ങളാണ്. ഇതിന്റെ ഒരു മലയാളമർത്ഥം പറയുകയാണെങ്കിൽ, കുട്ടികൾക്ക് ജന്മം നൽകുക മാത്രമല്ല, അവരുടെ നിർമ്മാണവും, അതായത് സ്വഭാവരൂപീകരണവും നടത്തണം എന്നു വരും. കുട്ടികളെ വളർത്തുന്നതിനെക്കുറിച്ച് ഒരുപക്ഷെ നമ്മൾ സാധാരണ ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു കാഴ്ചപ്പാടാണല്ലേ ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത്. കേവലം ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം അങ്ങനെയുള്ള ഭൗതിക ആവശ്യങ്ങൾ, അതിനപ്പുറം മാതാപിതാക്കൾക്ക് കുറച്ചുകൂടി വലിയ ചില കടമകളുണ്ട് എന്നത് പറയുന്നു. ശരിയല്ലേ? തീർച്ചയായും, വളരെ ശരിയാണ്. കുട്ടികളുടെ ഭാവി ജീവിതത്തെയും അവരുടെ സ്വഭാവത്തെയും ഒക്കെ രൂപപ്പെടുത്തുന്നതിൽ മാതാപിതാക്കൾക്കുള്ള വലിയൊരു പങ്കിനെക്കുറിച്ചാണ് ഈ പുസ്തകം പ്രധാനമായും സംസാരിക്കുന്നത്. ജന്മം നൽകുക എന്നത് ഒരു ഭാഗം മാത്രം. അതിനൊപ്പം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ പ്രാധാന്യത്തോടെ, അവരുടെ വ്യക്തിത്വവും സ്വഭാവവും ഒക്കെ കെട്ടിപ്പടുത്തുന്നതിലും ശ്രദ്ധിക്കണം എന്നാണ് ആചാര്യ ശക്തമായിട്ട് വാദിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാമല്ലേ. എന്തൊക്കെയാണ് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന പ്രധാന ചിന്തകൾ? സാധാരണയായി നമ്മൾ മാതാപിതാക്കളുടെ കടമയായി കാണുന്നത് എന്തൊക്കെയാണ്? ഈ പറഞ്ഞ പോലെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, പിന്നെ കുട്ടികൾ വളരുമ്പോൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, ഇതൊക്കെയാണല്ലോ നമ്മൾ ശ്രദ്ധിക്കാറ്. അതെ, പുസ്തകം തീർച്ചയായും ആ കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതായത്, ശരീരത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഭക്ഷണം, വസ്ത്രം, പിന്നെ ആവശ്യം വന്നാൽ ചികിത്സ, വിശ്രമം, ഇതൊക്കെ അത്യാവശ്യമാണ്. കുട്ടികൾ വളർന്നു വരുമ്പോൾ വിദ്യാഭ്യാസം, ഒരു തൊഴിൽ നേടാനുള്ള സഹായം, ഇതൊക്കെയും പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ മിക്ക മാതാപിതാക്കളും തങ്ങളാൽ കഴിയുന്ന പോലെ ശ്രദ്ധിക്കുന്നുമുണ്ട്. എന്നാൽ എന്താ പറയുക, ഇതിലൊരു കൗതുകകരമായ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ആചാര്യ ചോദിക്കുന്നത് ഇതാണോ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്നാണ്. നമ്മളതൊന്ന് ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പുസ്തകം പറയുന്ന ആ യഥാർത്ഥ, അല്ലെങ്കിൽ അതിലും വലിയ ഉത്തരവാദിത്വം? യഥാർത്ഥ ഉത്തരവാദിത്വം കുട്ടികളുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നതിലാണ്. പുസ്തകത്തിൽ അതിന് നിർമ്മാണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത്, കുട്ടികളുടെ ഉള്ളിലുള്ള നല്ല ഗുണങ്ങളെ, സദ്ഗുണങ്ങളെ വളർത്തിയെടുക്കുക. അതുപോലെ അവരിൽ ചിലപ്പോൾ ഉണ്ടാകാനിടയുള്ള ചീത്ത ശീലങ്ങളെയും ചിന്തകളെയും, അതായത് ദുർഗുണങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യേണ്ടത് മാതാപിതാക്കളുടെ പ്രധാന കടമയാണ്. ഈ നിർമ്മാണമെന്ന കടമ അത് നിർവഹിക്കാതിരിക്കുന്നത് ഒരു പക്ഷേ ആ കുട്ടിയുടെ ഭാവിക്കും അതുപോലെ കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ ദോഷകരമായി മാറിയേക്കാമെന്നും പുസ്തകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ വളരെ ഗൗരവമായി കാണണം. ശരിയാണ്. അതായത്, നല്ല സ്വഭാവം വളർത്തിയെടുക്കുക എന്ന നിർമ്മാണം അതൊരു പക്ഷേ ഈ ഭക്ഷണം കൊടുക്കുന്നത് പോലെ തന്നെയോ ചിലപ്പോൾ അതിലധികമോ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നു. ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായൊരു ഭാഗം വരുന്നത്. ഒരു കുട്ടിയുടെ സ്വഭാവം എങ്ങനെയാണ് രൂപപ്പെടുന്നത്? നമ്മൾ പാരമ്പര്യത്തെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ പറയാറുണ്ടല്ലോ. ഈ പുസ്തകം ഇതിനെ എങ്ങനെയാ കാണുന്നത്? ശരിയാണ്, പാരമ്പര്യത്തിനും സാഹചര്യങ്ങൾക്കും തീർച്ചയായും പങ്കുണ്ട്. ചിലപ്പോൾ ജന്മനാ കിട്ടുന്ന ചില വാസനകൾ കുട്ടികളിൽ കണ്ടേക്കാം. എന്നാൽ പുസ്തകം ഊന്നിപ്പറയുന്ന ഒരു കാര്യം, ഇവയെക്കാളൊക്കെ ഒരുപക്ഷെ നിർണായകമായ പങ്ക് വഹിക്കുന്നത് മാതാപിതാക്കളുടെ മനോഭാവം, അവരുടെ ജീവിതരീതി, പിന്നെ വീട്ടിലെ ആ ഒരു അന്തരീക്ഷം, ഇതൊക്കെയാണ് എന്നതാണ്. ദാരിദ്ര്യമോ അല്ലെങ്കിൽ വലിയ സമ്പന്നതയോ ജാതിയോ മതമോ കുട്ടി ജനിച്ചു വീഴുന്ന വർഗമോ നിറമോ ഇതൊന്നുമല്ല ശരിക്കും ഒരു കുട്ടിയുടെ സ്വഭാവത്തെ പ്രധാനമായി നിർണയിക്കുന്നത്. മറിച്ച് അവർക്ക് ലഭിക്കുന്ന ആ ശിക്ഷണം, മൂല്യബോധം, സ്നേഹം, പ്രോത്സാഹനം, അതായത് മൊത്തത്തിലുള്ള ആ വളർത്തൽ രീതി അല്ലെങ്കിൽ സംസ്കാരം, അതാണ് പ്രധാനം. ഇതിനെ ഒരു വലിയ ചിത്രത്തിൽ വെച്ച് നോക്കുമ്പോൾ കുട്ടിക്ക് ചെറുപ്പത്തിൽ കിട്ടുന്ന ശീലങ്ങളും സ്വഭാവവുമാണ് പിന്നീട് ജീവിതകാലം മുഴുവൻ ഒരുപക്ഷെ ശക്തമായി നിലനിൽക്കുക. അതുകൊണ്ട് കുട്ടികളിൽ നല്ല ചിന്തകളും ശീലങ്ങളും ഈ പറയുന്ന സദ്ഗുണങ്ങളും ബോധപൂർവം വളർത്തിയെടുക്കാനും തെറ്റായ സ്വാധീനങ്ങളിൽ നിന്നും ശീലങ്ങളിൽ നിന്നും, അതായത് ദുർഗുണങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കാനും മാതാപിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം, ഒരു തയ്യാറെടുപ്പ് നടത്തണം. ചുരുക്കി പറഞ്ഞാൽ, കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിൽ അവർ ജനിച്ച സാഹചര്യങ്ങളെക്കാൾ കൂടുതൽ മാതാപിതാക്കൾ ഒരുക്കുന്ന അന്തരീക്ഷത്തിനും നൽകുന്ന ശിക്ഷണത്തിനും വലിയ സ്വാധീനമുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ നമ്മളിൽ പലരും അത്ര ശ്രദ്ധിക്കാത്തൊരു കണ്ടെത്തലായി എനിക്ക് തോന്നിയത്, കുട്ടിയുടെ പഠനം ഗർഭാവസ്ഥയിൽ തന്നെ ആരംഭിക്കുന്നു എന്നുള്ളതാണ്.
എന്നിട്ട് 5 വയസ്സാകുമ്പോഴേക്കും അവരുടെ മാനസിക ലോകത്തിന്റെ ആ മനോഭൂമിയുടെ ഏതാണ്ട് 3/4 ഭാഗത്തോളം രൂപപ്പെട്ട് കഴിയുമെന്നും പുസ്തകം പറയുന്നു. ഇത് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? തീർച്ചയായും തീർച്ചയായും ഇത് വളരെ ആഴത്തിലുള്ളൊരു യാഥാർത്ഥ്യമാണ് പുസ്തകം മുന്നോട്ട് വെക്കുന്നത്. കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്ന ആ നിമിഷം മുതൽ ഏകദേശം 5 വയസ്സുവരെയുള്ള കാലഘട്ടം, അതാണ് ഒരു വ്യക്തിയുടെ സ്വഭാവം, അവന്റെ മൂല്യങ്ങൾ അല്ലെങ്കിൽ സംസ്കാരം, ജീവിതത്തോടുള്ള കാഴ്ചപ്പാട്, അടിസ്ഥാന ശീലങ്ങൾ എന്നിവയുടെയൊക്കെ അടിത്തറവാകുന്നത്. ഈ പ്രായത്തിൽ കുട്ടിയുടെ മനസ്സ് ശരിക്കുമൊരു സ്പോഞ്ച് പോലെയാണ്. ചുറ്റുമുള്ളതെല്ലാം അത് വളരെ വേഗത്തിൽ ഒപ്പിയെടുക്കും, വളരെ സെൻസിറ്റീവായൊരവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് ഗർഭാവസ്ഥയിലുള്ള അമ്മയുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം, അവളുടെ ചിന്തകൾ, പിന്നെ ജനനത്തിനു ശേഷമുള്ള വീട്ടിലെ സമാധാനപരമായ അന്തരീക്ഷം, മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹബന്ധം, ആദ്യവർഷങ്ങളിൽ കുട്ടിക്ക് കിട്ടുന്ന അനുഭവങ്ങൾ, പ്രോത്സാഹനം, ഇതെല്ലാം ഈ അടിത്തറ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമാണ്. അഭിമന്യുവിന്റെ കഥയൊക്കെ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത് ഓർക്കുന്നില്ലേ? ഗർഭാവസ്ഥയിൽ വെച്ച് ചക്രവ്യൂഹം ഭേദിക്കാൻ പഠിച്ചു എന്നത്. ഗർഭസ്ഥ ശിശുവിന് പോലും ചുറ്റുപാടിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുമെന്നതിൻ്റെ ഒരു ഉദാഹരണമായാണ് പുസ്തകം പറയുന്നത്. അപ്പോൾ ആദ്യ വർഷങ്ങളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുസംസ്കൃത വാതാവരൺ എന്നൊരു വാക്ക് പുസ്തകത്തിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതായത് സംസ്കാരസമ്പന്നമായ ഒരു നല്ല അന്തരീക്ഷം വീട്ടിലുണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത. എന്താണ് അതുകൊണ്ട് കൃത്യമായി ഉദ്ദേശിക്കുന്നത്? അതെങ്ങനെയാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്? സുസംസ്കൃത വാതാവരണം എന്ന് വെച്ചാല് ശരിക്കും പറഞ്ഞാല് സംസ്കാരസമ്പന്നമായ, മൂല്യങ്ങൾ നിറഞ്ഞ, സ്നേഹവും സമാധാനവും പരസ്പര ബഹുമാനവുമൊക്കെയുള്ള ഒരന്തരീക്ഷം. അതാണ് ഗ്രന്ഥകർത്താവ് ഉദ്ദേശിക്കുന്നത്. പുസ്തകം പറയുന്നത് കുട്ടി ജനിക്കുന്നതിന് മുൻപ് തന്നെ, എന്തിന്, ഗർഭധാരണത്തിന് തയ്യാറെടുക്കുന്നതിന് മുൻപ് തന്നെ ദമ്പതികൾ അത്തരമൊരു അന്തരീക്ഷം വീട്ടിൽ ബോധപൂർവം വളർത്തിയെടുക്കാൻ ശ്രമിക്കണം എന്നാണ്. ഓക്കെ, ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങണം. അതെ, മാതാപിതാക്കളുടെ ചിന്തകൾ, അവരുടെ വാക്കുകൾ, പ്രവൃത്തികൾ, അവർ തമ്മിലുള്ള ആരോഗ്യകരമായ സ്നേഹബന്ധം, വീട്ടിലെ മറ്റംഗങ്ങളുടെ പെരുമാറ്റം, ഇതെല്ലാം ഗർഭസ്ഥ ശിശുവിനെയും പിന്നീട് ജനിക്കുന്ന കുട്ടിയെയും വളരെ ആഴത്തിൽ സ്വാധീനിക്കും. പ്രത്യേകിച്ച് ഗർഭകാലത്ത് അമ്മ അനുഭവിക്കുന്ന സന്തോഷം, സമാധാനം, സംതൃപ്തി, ആത്മവിശ്വാസം, ഇതെല്ലാം കുഞ്ഞിന്റെ മാനസികവും വൈകാരികവുമായ വളർച്ചയ്ക്ക് വളരെ വളരെ പ്രധാനമാണ്. വീട്ടിൽ വഴക്കുകളും കലഹങ്ങളുമൊക്കെ ഒഴിവാക്കി ശാന്തവും പോസിറ്റീവുമായ ഒരു ചുറ്റുപാട് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ നല്ല അന്തരീക്ഷം കുട്ടി ജനിച്ച ശേഷവും തുടരുകയും വേണം. ആരോഗ്യകരമായ ജീവിതശൈലി, വിദ്യാഭ്യാസം, ജോലി, സാമ്പത്തികം, ഇതൊക്കെ പ്രധാനമാണെങ്കിലും മാതാപിതാക്കളുടെ കാഴ്ചപ്പാടും സ്വഭാവവും പെരുമാറ്റവുമാണ് കുട്ടിയുടെ ഭാവിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക എന്ന് പുസ്തകം വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ഇതിലേക്ക് ഒന്നുകൂടി ആഴത്തിൽ പോയാലോ? കുട്ടിയെ നന്നാക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് മാതാപിതാക്കൾ സ്വയം നന്നാകണം, സ്വയം ഒരുങ്ങണം എന്നും ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ. ഇത് പ്രായോഗികമായി എത്രത്തോളം എളുപ്പമാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്താണ്? അതെ, ഇത് പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം തന്നെയാണ്. നമ്മൾ നമ്മുടെ കുട്ടികളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ജീവിതം നല്ലതാകണമെന്ന് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സ്വയം ഒരു ആത്മപരിശോധന നടത്തുക എന്നതാണ്. മാതാപിതാക്കൾ സ്വന്തം കുറവുകളും ദോഷങ്ങളും, പുസ്തകത്തിൽ പറയുന്ന ആ ദുർഗുണങ്ങൾ, അതായത് നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളും ശീലങ്ങളുമൊക്കെ തിരിച്ചറിഞ്ഞ് അവയെ മാറ്റിയെടുക്കാൻ ബോധപൂർവം ശ്രമിക്കണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടയൊരു കാര്യം, മാതാപിതാക്കൾ കുട്ടികൾക്ക് ഏറ്റവും നല്ല മാതൃകയാകണം, റോൾ മോഡൽ എന്നതാണ്. വീട്ടിൽ ശാന്തവും സ്നേഹപൂർണവുമായ അന്തരീക്ഷം നിലനിർത്തണം. പരസ്പരം വഴക്കടിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ഇതൊക്കെ കുട്ടികളുടെ മുന്നിൽ വെച്ച് തീർത്തും ഒഴിവാക്കണം. കാരണം കുട്ടികൾ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രവർത്തിക്കുന്നത് കണ്ടാണ് പഠിക്കുന്നത്. സ്വന്തം സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ തയ്യാറാകാതെ കുട്ടികളെ ഇങ്ങനെ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ ഉപദേശിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവുമാണ് ഒരു കുട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സുരക്ഷിതത്വബോധവും നല്ല പാഠവും. സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി തിരുത്താൻ തയ്യാറാകാതെ കുട്ടിയെ മാത്രം നന്നാക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും ഫലം ചെയ്യില്ല.
ഈയൊരു സ്വയം നവീകരണം അത് വിവാഹത്തിന് മുൻപേ തന്നെ തുടങ്ങേണ്ട ഒരു പ്രക്രിയയാണെന്നും പുസ്തകം സൂചിപ്പിക്കുന്നുണ്ട്. പുസ്തകത്തിൽ പറയുന്ന ഘർ കി പാഠശാല അഥവാ വീട് ഒരു പാഠശാല എന്ന ആശയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സ്കൂളിൽ പോയി പഠിക്കുന്ന വിഷയങ്ങളെക്കാൾ പ്രാധാന്യം കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ, അതായത് ആ ചാരിത്ര നിർമ്മാണത്തിൽ വീടിനുണ്ട് എന്ന് പറയുന്നു. തീർച്ചയായും സ്കൂളുകൾക്കും അധ്യാപകർക്കും കുട്ടികളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കുണ്ട്, അതിൽ സംശയമില്ല. എന്നാൽ പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കുട്ടിയുടെ അടിസ്ഥാന സ്വഭാവം, അവന്റെ മൂല്യങ്ങൾ, അവന്റെ പെരുമാറ്റ രീതികൾ, അവന്റെ വ്യക്തിത്വത്തിന്റെ ആ കാതൽ അഥവാ ചാരിത്രം എന്നിവയെല്ലാം രൂപപ്പെടുന്നത് പ്രധാനമായും വീട്ടിലെ അനുഭവങ്ങളിലൂടെയും മാതാപിതാക്കളുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും മാതൃകയിലൂടെയുമാണ്. ശരിയാണ്. വീട്ടിലെ സംഭാഷണങ്ങൾ, അവിടെ കാണുന്ന സ്നേഹം, ബഹുമാനം, സത്യസന്ധത, അച്ചടക്കം, പ്രോത്സാഹനം, പിന്നെ ആവശ്യ സമയത്തുള്ള തിരുത്തലുകൾ, ഇതെല്ലാം ചേർന്നാണ് കുട്ടിയുടെ വ്യക്തിത്വം ഉണ്ടാകുന്നത്. ഔപചാരിക വിദ്യാഭ്യാസത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അറിവ് നേടാനും കഴിവുകൾ വികസിപ്പിക്കാനും ഒക്കെ അത് വേണം. പക്ഷെ പുസ്തകം അടിവരയിട്ട് പറയുന്നത് പോലെ കുട്ടിയുടെ വ്യക്തിത്വത്തിന്റെ ആ കെട്ടുറപ്പ്, അവന്റെ ചാരിത്ര നിർമ്മാണം നടക്കുന്നത് പ്രധാനമായും ഈ വീട് എന്ന പാഠശാലയിലാണ്. മാതാപിതാക്കൾ വാത്സല്യത്തോടെയും എന്നാൽ അതേസമയം സ്നേഹത്തോടെയുള്ള ഒരു അച്ചടക്കത്തോടെയും നൽകുന്ന ശിക്ഷണമാണ് ഏറ്റവും ഫലപ്രദം. ഉപദേശത്തേക്കാൾ എപ്പോഴും നല്ല മാതൃക കാണിച്ചു കൊടുക്കുന്നതിനാണ് പ്രാധാന്യം. കുട്ടി കാണുന്നത് മാതാപിതാക്കൾ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ്, അല്ലാതെ അവരെന്ത് പറയുന്നു എന്നതല്ല ഏറ്റവും പ്രധാനം. വളരെ കൗതുകമുണർത്തുന്ന മറ്റൊരു കാര്യം, നല്ല മാതാപിതാക്കളാകാനുള്ള തയ്യാറെടുപ്പ് വിവാഹത്തിന് മുൻപേ തന്നെ തുടങ്ങണമെന്നും ഗ്രന്ഥകാരൻ പറയുന്നു എന്നതാണ്. വിവാഹത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ചും പുസ്തകം സംസാരിക്കുന്നുണ്ടല്ലോ. അതെ, വളരെ മനോഹരമായൊരു ഉപമ പുസ്തകത്തിലുണ്ട്. നല്ല വിളവ് കിട്ടണമെങ്കിൽ നല്ല വിത്തും നല്ല മണ്ണും ക്ഷേത്രവും ഒരുപോലെ ആവശ്യമാണല്ലോ. ഇവിടെ പിതാവ് വിത്തിന്റെ സ്ഥാനത്തും മാതാവും മണ്ണിന്റെ സ്ഥാനത്തുമാണ്. അതുപോലെ നല്ല സ്വഭാവ ഗുണങ്ങളുള്ള ഉത്തമരായ കുട്ടികൾ, അതായത് ഉത്തമ സന്താനം ഉണ്ടാകാൻ മാതാവും പിതാവും ഒരുപോലെ മാനസികമായും ശാരീരികമായും സ്വഭാവപരമായും തയ്യാറെടുക്കണം. സമൂഹത്തിന് നല്ലൊരു തലമുറയെ സംഭാവന ചെയ്യുക എന്നത് വിവാഹത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമായി കാണണമെന്നും അതിനായി പങ്കാളികൾ വിവാഹത്തിന് മുൻപേ തന്നെ സ്വയം ശുദ്ധീകരിക്കാനും, അതായത് തങ്ങളുടെ ദോഷദുർഗുണങ്ങൾ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാനും മാനസികമായി പക്വത നേടാനും ബോധപൂർവം ശ്രമിക്കണമെന്നും പുസ്തകം ഓർമ്മിപ്പിക്കുന്നു. ഇതിന്റെ കുറച്ചുകൂടി വിശാലമായ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, വിവാഹം എന്നത് കേവലം ഒരു വ്യക്തിപരമായ ആഘോഷമോ സാമൂഹികമായ ഒരു ഉടമ്പടിയോ മാത്രമല്ല, മറിച്ച് സമൂഹത്തിന് പ്രയോജനമുള്ള നല്ല മൂല്യങ്ങളുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വത്തിലേക്കുള്ള പ്രവേശനമാണ്. ഈ ഉത്തരവാദിത്വം ശരിയായി നിറവേറ്റാൻ വേണ്ട ശാരീരികവും മാനസികവും വൈകാരികവുമായ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. ഈ തയ്യാറെടുപ്പില്ലാതെ കുട്ടികൾക്ക് ജന്മം നൽകുന്നത് ഒരു പക്ഷേ ആ കുട്ടികൾക്കും സമൂഹത്തിനും ദോഷകരമായേക്കാം എന്നൊരു സൂചനയും പുസ്തകം നൽകുന്നുണ്ട്. അതുകൊണ്ട് വിവാഹത്തെയും ഈ രക്ഷാകർതൃത്വത്തെയും വളരെ ഗൗരവത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സമീപിക്കേണ്ടതുണ്ട്. അപ്പോൾ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ബാലവും കോ ജന്മഹി നദേം ഉൻകാ നിർമ്മാൺ ഭി കരേം എന്ന ഈ പുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ പ്രധാന കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഇവയാണ്. കുട്ടികൾക്ക് ജന്മം നൽകുക എന്നതിലുപരി അവരെ നല്ല വ്യക്തികളായി, നല്ല സ്വഭാവമുള്ളവരായി വാർത്തെടുക്കുക അഥവാ നിർമ്മിച്ചെടുക്കുക എന്നത് മാതാപിതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയും ഉത്തരവാദിത്വവുമാണ്. ഇത് കേവലം ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനേക്കാൾ ആഴത്തുള്ള നിരന്തരമായ ശ്രദ്ധയും പരിശ്രമവും ആവശ്യപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. ഇതിന് മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ ശ്രമവും സ്വയം വിലയിരുത്തലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തലും, അതായത് ആത്മപരിശോധനയും തിരുത്തലുമൊക്കെ അനിവാര്യമാണ്. അപ്പോൾ എന്താണിതിൽ നിന്നെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മുടെ എല്ലാം രക്ഷാകർതൃത്വത്തെക്കുറിച്ചുള്ള ചിന്തകളെ തീർച്ചയായും സ്വാധീനിക്കുന്ന, ഒരു പക്ഷേ ഒന്നുകൂടി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ടല്ലേ? തീർച്ചയായും വീടാണ് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെയും ഏറ്റവും സ്വാധീനം ചെലുത്തുന്നതുമായ പാഠശാലയെന്നും മാതാപിതാക്കളാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴികാട്ടികളും അധ്യാപകരുമെന്നും ഈ പുസ്തകം നമ്മെ വളരെ ശക്തമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്.
കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തില്, അവരുടെ ഭാവി ജീവിതം തന്നെ രൂപപ്പെടുത്തുന്നതില് മാതാപിതാക്കൾ വഹിക്കുന്ന പങ്ക് എത്ര വലുതാണെന്ന് ഇത് വീണ്ടും വീണ്ടും അടിവരയിടുന്നു. കേവലം ജന്മം നൽകുന്നതിനപ്പുറം ഒരു നല്ല മനുഷ്യനെ നിർമ്മിക്കുന്ന ആ ഒരു വലിയ പ്രക്രിയയാണത്. ഈ ആശയങ്ങളെല്ലാം കേട്ടപ്പോൾ കുട്ടികളെ വളർത്തുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ നിലവിലെ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും പുതിയ ചിന്തകൾ വരുന്നുണ്ടോ? ഒരു ചോദ്യം സ്വയം ചോദിക്കാം. ഞാനൊരു രക്ഷിതാവാണെങ്കിൽ, അല്ലെങ്കിൽ ഭാവിയിൽ ഒരു രക്ഷിതാവാൻ സാധ്യതയുണ്ടെങ്കിൽ, കേവലം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനപ്പുറം എന്റെ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ, ആ നിർമ്മാണ പ്രക്രിയയിൽ എനിക്ക് എങ്ങനെ കുറച്ചുകൂടി ക്രിയാത്മകമായി പങ്കുവഹിക്കാൻ കഴിയും എന്ന് ഒരു നിമിഷം ആലോചിക്കുന്നത് ഒരുപക്ഷെ നന്നായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിലും ചുറ്റുപാടുകളിലും ഈ നല്ല ചിന്തകൾ എങ്ങനെ പ്രാവർത്തിക്കാമെന്ന് ചിന്തിക്കുന്നത് ഒരു നല്ല തുടക്കമാവില്ലേ? ഇന്നത്തെ ഈ വിശകലനം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു. പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ഈ പുസ്തകത്തിലെ വളരെ ഗഹനമായ ആശയങ്ങൾ ലളിതമായി മനസ്സിലാക്കാൻ ഈ സംഭാഷണം ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.